ഹായ് ഫ്രണ്ട്സ്, പണം അതൊരു ഊർജമാണ്. അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് ഒഴുകും. എങ്ങനെയാണ് പണത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ആർജിക്കാൻ പറ്റുന്നത്? ആദ്യം പണത്തെക്കുറിച്ച് വളരെ അകൽച്ച ഉണ്ടാവുന്ന നമ്മളിൽ കിടക്കുന്ന മൈൻഡ് സെറ്റിനെ റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് നമ്മുടെ മൈൻഡിൽ ഒരു ദരിദ്രൻ്റെ മൈൻഡ് സെറ്റ് ഭൂരിപക്ഷം ആൾക്കാർക്കും. കാരണം പലതും നമ്മൾക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നത് നമുക്ക് അതിന് അർഹതയില്ലെന്നും അതെല്ലാം സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കണമെന്നും കുട്ടിക്കാലത്താണെങ്കിലും പൈസ ഉള്ളവരുടെ മക്കൾക്ക് ഉപയോഗിക്കണമാണ് വില കൂടിയ കളിപ്പാട്ടങ്ങളും ഉപകരണങ്ങളും എല്ലാം സൗകര്യങ്ങളും എല്ലാം എന്നുള്ളതാണ് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത്. അത് തന്നെ പണത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഇത് കുട്ടിക്കാലം മുതലേ നമ്മളിലുണ്ട്. പിന്നെ അതിനൊരു ഫിസിക്കൽ രൂപമുണ്ട്, കറൻസിയുടെയും കോയിൻ്റെ എല്ലാം രൂപത്തിൽ. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ കൈകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളുടേതെന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നത്. അതാണല്ലോ റിയാലിറ്റി. അതുകൂടാതെ നമ്മൾ അനുദിന ജീവിതത്തിൽ പണമായി കണക്ട് ചെയ്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവുകൾ, പോരായ്മകൾ, നഷ്ടങ്ങൾ, അതിനെ നമ്മൾ റീതിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ തിങ്ക് ചെയ്യുകയും അതിനെക്കുറിച്ച് റിയലായിട്ടും അത് തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റും ഉണ്ടാകാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പണത്തെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം റിയലായിട്ടും പണം ഒരു ഊർജമാണ് എങ്കിൽ ആ ഊർജം നമ്മളിലുണ്ടല്ലോ. മനസ്സിലായ നമ്മളിലൊരു ഊർജമുണ്ട് അല്ലെങ്കിൽ എനർജി ഉണ്ട്. പണം ഇതുപോലെ ഒരു എനർജിയാണ്, അഥവാ ഊർജമാണ്. ആ ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പണം നമ്മളിലേക്ക് ഒരു കറൻസിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ കോയിൻ്റെ രൂപത്തിൽ, ബാങ്ക് ബാലൻസിൻ്റെ രൂപത്തിൽ വരുന്നത്? നമ്മളിലെ ഊർജം ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രം. അതായത് നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ റിയാക്ഷനും ആക്ഷനും സംസാരവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അതെല്ലാത്തിൽ നിന്നും ഒരു ഊർജം വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ശമ്പളം കിട്ടണം, അല്ലേ? പക്ഷെ ഇവിടെ പരിമിതികളുണ്ട് പണത്തിന്. നമ്മളുടെ ജോലി എന്നാണ് നമുക്ക് ഇത്ര ശമ്പളമുള്ളൂ, അത് വെച്ച് നമുക്ക് ഇത്ര കിട്ടുള്ളൂ, ഇത്ര പണമേ എനിക്ക് കിട്ടുള്ളൂ, അതിനുള്ള അർഹത എനിക്കുള്ള, അതിനുള്ള വിദ്യാഭ്യാസമുള്ള, അതിനുള്ള ക്വാളിറ്റിയുള്ളൂ. ഇതാണ് നമ്മൾ വിശ്വസിച്ചേക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണത്തെക്കുറിച്ച് നമ്മൾ ഒരു കുറേയധികം തെറ്റിദ്ധാരണകൾ നമ്മളുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച നമുക്ക് വരാത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പണം ഒരു ഊർജ്ജമാണെന്ന് മനസ്സിലാക്കുക. ഈ ഊർജ്ജം യൂണിവേഴ്സിൽ മൊത്തം കൊണ്ട് നമ്മളിലുണ്ട്, മൊത്തം ഇത് ഉണ്ട്. എങ്കിൽ ഈ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകിയാൽ പണം നമ്മളിലേക്ക് ഒഴുകും. ഈ ഊർജ്ജത്തിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് കറൻസിയുടെ രൂപത്തിലും ബാങ്ക് ബാലൻസിൻ്റെ രൂപത്തിലും വരുമാനം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ബിസിനസ്സിൽ ഉയർച്ച വരുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഊർജ്ജത്തിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകളും സംസാരവും പ്രവൃത്തിയും മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ശീലിച്ചു നോക്കും. നിങ്ങൾക്കിപ്പോൾ ഉള്ള വരുമാനം ചിലപ്പോൾ കുറവായിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ കടബാധ്യത ഉണ്ടാകാം, പണമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. എങ്കിലും നിങ്ങളുടെ തിങ്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും പണത്തെക്കുറിച്ച് പോസിറ്റീവ് മാത്രം വരുന്ന രീതിയിലൊന്നും മാറ്റി പിടിച്ചു നോക്കും. വ്യത്യാസം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ലൈവ് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കാണ്ട് അതിന് നിങ്ങളുടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ചെയ്യുക. സൊല്യൂഷൻ ഇല്ല എങ്കിൽ നമ്മളതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഫേസ് ചെയ്യുമ്പോഴും പണം എന്ന് പറയുന്നത് നമുക്ക് അന്യനാണ് എന്നുള്ളൊരു ചിന്ത തന്നെ സംസാരവും പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കോടികൾ ഉണ്ട്. അന്നത്തെ കാലത്ത് നോക്കി ഇന്നത്തെ കോടികളുടെ മൂല്യമുണ്ട് അന്നത്തെ എൻ്റെ കടബാധ്യത. അത്രയും കടബാധ്യത 200ഓളം വ്യക്തികൾക്ക് പൈസ കൊടുക്കാനുണ്ടായി. അവിടെ നിന്ന് ആ 200ഓളം വ്യക്തികൾ എന്നെ ഇടപഴകുമ്പോൾ പണമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചതും സംസാരിച്ചതും എല്ലാം റോങ് ആണ്. പണത്തെക്കുറിച്ച് എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലാണ്, നിങ്ങളെനിക്ക് സമയം തന്നെ,
ഞാൻ തരാം, എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. ഇത്ര രൂപ എനിക്ക് കടബാധ്യതയുണ്ട്, എനിക്ക് വരുമാനം കുറവാണ്, എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വർഷത്തെ കണക്ക് നോക്കിയാൽ ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ വളരെ സാമ്പത്തിക പ്രശ്നത്തിലാണ്, എനിക്ക് ബാങ്കിൽ പ്രശ്നമുണ്ട്, ബാങ്കിൽ കേസ് നടക്കുന്നു, ഞാൻ തരാം, നിങ്ങൾ ക്ഷമിക്ക്, കാല് പിടിച്ച് കരയുന്നു. അവർ പോയി കഴിയുമ്പോൾ എന്താ, വീണ്ടും അടുത്ത ആൾ വരുന്നു, പൈസ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പണമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ചിന്തകളിലുള്ളതെല്ലാം നെഗറ്റീവാണ്. ഞാൻ പണത്തെ പഴി പറയുന്നു, പണത്തെ കുറ്റപ്പെടുത്തുന്നു, എന്തിന് ജീവിക്കുന്നു. അത് പണം കാരണം എൻ്റെ ജീവിതം തന്നെ പോയി, പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ മരിക്കണം, പണമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം. ഇതെല്ലാം റിയാലിറ്റിയാണ്. പക്ഷേ ഇത് ചിന്തിക്കുകയും അത് തന്നെ സംസാരിക്കുകയും അത് തന്നെ മറ്റുള്ളവരോട് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും തോറും നമ്മൾ പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളുടെ വൈബ് ഹൈയിൽ നെഗറ്റീവാകും, സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നുകൊണ്ടിരിക്കും. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഞാൻ ആദ്യം ഇങ്ങനെ ആയിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ജീവിക്കണമെന്ന ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞേക്കണ പോലെ നെഗറ്റീവ് എനർജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയും വന്നു കഴിഞ്ഞപ്പോൾ പണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നെഗറ്റീവ്സും എൻ്റെ ചിന്തകളിൽ നിന്നും സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എനിക്ക് ഒഴിവാക്കണം. അതിനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് പരിശ്രമിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും എന്നുള്ള. ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും ശ്രമിക്കാൻ പരാജയപ്പെടരുത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പിന്നീട് പോസിറ്റീവ് പറയുന്ന രീതിയിൽ കണ്ടീഷനിങ് ചെയ്തു. പണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനില്ല, അതായത് എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ചിന്തിച്ചില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ യൂണിവേഴ്സ് മൊത്തം ഒരു എനർജിയാണ്. ഈ യൂണിവേഴ്സ് എനർജിയാണെങ്കിൽ പണം ഒരു എനർജിയാണ്, ഞാനും ഒരു എനർജിയാണ്. എങ്കിൽ ഈ എനർജി എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഈ എനർജി എന്നും യൂണിവേഴ്സിലുണ്ട്. ഈ യൂണിവേഴ്സിൻ്റെ അകത്താണ് ഞാൻ. ഈ പണം എനിക്ക് അന്യതല്ല. പണം എനിക്ക് ആവശ്യത്തിന് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള വേയിൽ പണം എന്നിലേക്ക് വന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പ്ലെൻറ്റി ഓഫ് മണി എന്നിലേക്ക് വരുമെന്ന് ഞാൻ പറയാൻ തുടങ്ങി. എനിക്ക് പരിധിയില്ലാതെ പണം എന്നിലേക്ക് ഒഴുകുമെന്ന് പറയാൻ തുടങ്ങി. ഓരോ സാമ്പത്തിക പ്രശ്നങ്ങളും തരണം ചെയ്യുമ്പോഴും ഞാൻ മനസ്സിൽ തെറി പറയുമ്പോഴും, പൈസ കൊടുക്കാനുള്ള ആൾക്കാർ തെറി പറയുമ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, പരിധിയില്ലാതെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും, പ്ലെൻറ്റി ഓഫ് മണി എന്നിലേക്ക് വരും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഐ എം എ പവർഫുൾ പേഴ്സൺ എന്ന് പുട്ടിന് പേരിടണ പോലെ ആ വേടും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല 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 എന്നുള്ള വേടും പരമാവധി പണത്തെക്കുറിച്ച് നെഗറ്റീവ്സ് പറയാനുള്ള വേടുകൾ ഒഴിവാക്കാനുള്ള നിരന്തരമായ ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ ഫലം ഞാൻ മനസ്സിലാക്കണം. ഏകദേശം ഒരു 3 വർഷത്തോളം കാലഘട്ടം വന്നു എനിക്ക് ഫിനാൻഷ്യലി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ കയറി നിൽക്കാൻ. 3 വർഷത്തോളം ശ്രമിച്ചപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ മാനസിക നില അല്ലെങ്കിൽ മെൻ്റലി ഉള്ള എനർജിയിലൊക്കെ വേരിയേഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 3 വർഷമായപ്പോഴാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് വരികയും അതിൽ നിന്നാണ് എനിക്കൊരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും എൻ്റെ കടബാധയൊക്കെ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം എന്ന് ഞാൻ പണത്തെക്കുറിച്ച് മാറി ചിന്തിച്ചു, അത് റിയാലിറ്റിനെ വിശ്വസിക്കരുത്. നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും, നിങ്ങൾ കടബാധ്യതയായിരിക്കും, ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കായിരിക്കും, സാമ്പത്തികമായിട്ടുള്ള ബിസിനസ്സിലുള്ള വലിയ തകർച്ചയായിരിക്കും ചിലപ്പോൾ. ഇതായിരിക്കും റിയാലിറ്റി. ആ സത്യത്തിനെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ എന്ത് വിശ്വസിക്കണം? അസത്യത്തിന് വിശ്വസിക്കൂ. അതായത് നിങ്ങൾ സമ്പന്നനാവുമെന്നു, പരിധിയില്ലാതെ പണം നിങ്ങളിലേക്ക് വരുമെന്നു, പ്ലെൻറ്റി ഇല്ലാതെ അത് പ്ലെൻറ്റി ഓഫ് മണി നിങ്ങളിലേക്ക് വരുമെന്നു മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന നിങ്ങൾക്ക് സന്തോഷം തരാത്ത, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നിനും നിങ്ങൾ വിശ്വസിക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. കൊല്ലൂന്ന് ആൾക്കാർ പറയും, തല്ലൂന്ന് പറയും, പലതും വരും. ലീഗലി ബാങ്ക് ലോൺ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളകത്ത് പോകും, ലീഗലി നിങ്ങൾ കോടതി വഴി കേസിൽ പോയി നിങ്ങൾ അകത്തായി പോകാതിൻ്റെ പേര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം ക്ലിയർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം ആരും നമുക്ക് പറ്റിക്കാനുള്ള മൈൻഡ് വേണ്ട. നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരുന്നാലും അതിനുള്ളിൽ പണം കൊടുക്കാനുള്ള ഒരു കൊടുത്തേ പറ്റും. അങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനം തന്നെ എടുക്കുക. പക്ഷെ പണത്തെക്കുറിച്ച് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാൻ പാടുള്ളൂ. റിയാലിറ്റിനെ വിശ്വസിച്ചാൽ നമ്മൾ ആ റിയാലിറ്റി തന്നെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇതൊരു ഊർജ്ജമാണ്. ഈ ഊർജ്ജം ബാഡായിട്ട് വർക്ക് ചെയ്തിട്ട് ബാഡായിട്ട് റിസൾട്ട് ഉണ്ടാക്കും. ഈ ഊർജ്ജത്തിനെ പോസിറ്റീവ് ആക്കണം. അപ്പോഴാണ് പണം എന്ന് പറയുന്ന ഊർജ്ജം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. അപ്പം നിങ്ങളൊരു ഊർജ്ജമാണ്, യൂണിവേഴ്സ് ഒരു ഊർജ്ജമാണ്.
എല്ലാം ഒരു എനർജിയാണ്, ഊർജ്ജമാണ്. അങ്ങനെ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വന്തമാണ്, നമ്മളിൽ എന്നും ഈ ഊർജ്ജമുണ്ട്. അത് പണത്തിൻ്റെ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് ബാങ്ക് ബാലൻസ് ആയിട്ട്, വരുമാനമായിട്ട്, ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട്, സാമ്പത്തിക വളർച്ചയായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ മതി. അപ്പോൾ പണം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കും. എന്താണ് നിങ്ങൾ പണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കണതും സംസാരിക്കണതും പ്രവർത്തിക്കണതും എന്താണെന്നൊന്ന് വിലയിരുത്തുക. ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പണമായിട്ട് ചെയ്യുന്ന ഈ ഹാബിറ്റ്സിനെയൊക്കെ അല്ലെങ്കിൽ ഈ ശീലങ്ങളെയൊക്കെ ഞാൻ പറയുന്ന രീതിയിലാക്കാനായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് ശ്രമം നടത്തും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മറന്നു പോകും, നമ്മൾ അറിയാണ്ട് പറയും, അയ്യോ പൈസ ശമ്പളം കിട്ടി ഇത്ര രൂപ, എല്ലാം കിട്ടി, എങ്ങോട്ട് പോയി എന്നറിയില്ല, അവിടെ കൊടുത്ത് ഇവിടെ ഒന്നുമില്ല, സീറോ. ഞാൻ ഇത്ര കൊല്ലം ഈ വർക്കാണ്, എനിക്ക് ഇത്ര ശമ്പളമാണ്, എൻ്റെ ബിസിനസ് ചെയ്തിട്ട് ഒരു ലാഭമില്ല, ആകെ പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചപ്പോൾ പണം പോയി, കാശ് പോയി, അയ്യോ സിനിമ കൊള്ളില്ല, എൻ്റെ കാശ് പോയി. ചിലവർ പറയൂല, കാശ് മുതലാണ് ഈ സിനിമ. ഈ പറയണ എല്ലാ സംസാരത്തിലും പണം എന്ത് തെറ്റ് ചെയ്തു? എല്ലാത്തിനും പണത്തിന് വലിച്ചിടണം എന്തിനാണ്? എല്ലാ ഡയലോഗിലും പണം പോയി, പണം നഷ്ടപ്പെട്ടു, പണം ഇല്ല, കാശ് പോയി, കാശ് ലാഭം, ഈ ഡയലോഗ് വിടുക. കാരണം ഇതെന്നും നമ്മളുടെ കൂടെയുള്ള ഒരു ഊർജ്ജമാണ്, അത് നമ്മളുടെ കൂടെ എന്നും ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ നിങ്ങൾ ചെയ്യണ മേഖലകളെല്ലാം ഓണാവും. പണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. പണം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പണം വരാനുള്ള എല്ലാ സാധ്യതകളും ഓപ്പൺ ആവും. ഇതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, വലിയ മാറ്റങ്ങൾ കാണും. വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.